ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ നിന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 കളർ ഫോം ഷീറ്റും പിന്നെ ഒരു നൈലോൺ ബാൻഡുമാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സിൽവർ കളറും പിന്നെ ഒരു പിങ്ക് കളർ ഫോം ഷീറ്റുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റെൻസിലാണ്. ഞാനിവിടെ വാങ്ങിയ സ്റ്റെൻസിലൊന്നല്ല, ഒരു കട്ടിയുള്ള പേപ്പറിൽ ഞാനൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ സിൽവർ കളർ ഫോം ഷീറ്റിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് സ്റ്റെൻസിൽസ് അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ സുഖമാണ്, നമുക്ക് ഫോം ഷീറ്റിൽ ഇതേപോലെ വരച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ചിലപ്പോൾ വരയ്ക്കാനൊക്കെ അറിയാത്തവർക്കാണെങ്കിൽ വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റെൻസിലൊക്കെ വാങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ആ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യണ നേരം കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എൻ്റെ വീഡിയോസ് കൂടുതൽ പേരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബട്ടർഫ്ലൈയുടെ മുകളിൽ വെക്കാനുള്ള പോർഷനാണ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്ക് കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ നിന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അളവൊന്നും എടുത്തിട്ടല്ല കട്ട് ചെയ്തെടുക്കുന്നത്, ഏകദേശം ആ ബട്ടർഫ്ലൈയുടെ അളവിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള പോർഷൻ ആയതുകൊണ്ട് ആ ഒരു അളവിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്, അതാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ ആദ്യം തന്നെ സെൻറ്റർ പോർഷൻ ഒന്ന് മടക്കി കൊടുക്കുക, പിന്നെ ബാക്കി 2 അറ്റങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി സെൻറ്ററിൽ നമ്മളൊന്ന് നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കെട്ടുമ്പോൾ വല്ലാതെ ടൈറ്റ് ചെയ്യരുത്, വെറുതെ ഒന്ന് നൂലുകൊണ്ട് കുറച്ച് ചുറ്റി കൊടുത്താൽ മതി. നല്ലോണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോം ഷീറ്റ് കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കെട്ടിടണമെന്നൊന്നുമില്ല, നമ്മളൊന്ന് കുറച്ച് ചുറ്റി കഴിഞ്ഞാൽ തന്നെ ഫോം ഷീറ്റും ആ നൂല് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി പിങ്ക് കളർ ഫോം ഷീറ്റ് എടുത്തിട്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോർഡർ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ്. ഇനി ഞാൻ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. നിങ്ങൾ യൂസ് ചെയ്യണ ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് ഫോം ഷീറ്റിലൊക്കെ പെട്ടെന്ന് ഒട്ടാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി വന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നൈലോൺ ബാൻഡ് വെക്കാനായിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നൈലോൺ ബാൻഡ് ഇതേപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ബോയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക.